ടി ജി നമസ്കാരം. ഈ മാധ്യമം പത്രം ഇന്നിപ്പോൾ ഒരു വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. നമ്മളിപ്പോൾ കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസം രാമായണ മാസമായി എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഇപ്പോൾ ഹിന്ദു ഭവനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു വിശ്വാസം ആചരിക്കപ്പെടുന്ന എല്ലാ ഭവനങ്ങളിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുത്തശ്ശിമാരുള്ള എല്ലാ വീട്ടിലും രാമായണ പാരായണം ഒരു പ്രധാനപ്പെട്ട പുണ്യപ്രവൃത്തിയായിട്ട് കരുതുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരും അത് ആചരിക്കുന്നവരുമാണ് ഹിന്ദു സമൂഹം. മലയാളത്തിലെ മിക്ക പത്രങ്ങളും ഇങ്ങനെ ഈ രാമായണ മാസത്തിൽ കർക്കിടക മാസം തീരുന്നത് വരെ, 1-ാം തീയതി തൊട്ട് അവസാനിക്കുന്നത് വരെ രാമായണ വിചാരങ്ങൾ അല്ലെങ്കിൽ രാമായണ ദർശനം, അങ്ങനെ പല പേരിലായിട്ട് പല പത്രങ്ങളും അത് അത്തരം കോളങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. മാധ്യമം പത്രം പുതുതായി അങ്ങനെ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് രാമായണ മാസത്തിൽ രാമായണത്തെ ആദരിക്കുന്നതിന് പകരം, രാമായണത്തിൻ്റെ നന്മവശത്തെ പ്രചരിപ്പിക്കുന്നതിന് പകരം, രാമായണത്തിൻ്റെ മാനവികവും മനുഷ്യസ്നേഹപരവും ആയ അതിൻ്റെ ദാർശനികവും ആത്മീയവുമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് പകരം അതിനെതിരായി കടുത്ത വിമർശനങ്ങൾ ഒരു ബുദ്ധിജീവിയെ കൊണ്ട് എഴുതിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നതാണ്. അതിനെതിരായി ഹൈന്ദവ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പരിണാമത്തെ, ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ സാഹചര്യത്തെ ടി ജി എങ്ങനെ വിലയിരുത്തുന്നു? ഞാനെപ്പോഴും ഭയപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുസ്. ഇസ്ലാമിൻ്റെ സ്വഭാവത്തിലേക്ക് ഹിന്ദുക്കൾ മെല്ലെ മാറുക. നേരത്തേക്ക് ഹിന്ദു പുരാണങ്ങളെപ്പറ്റിയോ ഇതിഹാസങ്ങളെപ്പറ്റിയോ ആരെങ്കിലും വിമർശിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ ഹിന്ദു മൈൻഡ് ചെയ്യാൻ പോവില്ല. എഴുതിക്കോട്ടെ, താല്പര്യമുള്ളവർ വായിക്കും, അല്ലാത്തവർ വായിക്കില്ല. കുറച്ചുകൂടെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതിന് മറുപടി എഴുതും. അത് സത്യസന്ധരായ പത്രാധിപന്മാരാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാതെയും ഇടും. അവരുടെ ഒരു ക്യാമ്പയിനാണെങ്കിൽ അവർ പിന്നെ എതിരായിട്ടുള്ളതൊന്നും പ്രസിദ്ധീകരിക്കില്ല. ഇതൊക്കെ പണ്ട് മുതലേ നടന്നു വരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇപ്പോൾ ഹിന്ദു പെരുമാറി തുടങ്ങിയിരിക്കുന്നു കുറേ കാലമായിട്ട്. മാഷ് നോക്കിക്കോളൂ, 1976 MF ഹുസൈൻ ഈ സരസ്വതിയുടെ നഗ്നചിത്രം വരയ്ക്കുന്നത്. ആ നഗ്നചിത്രങ്ങൾ കീറുന്നത് 1996 മുംബൈയിൽ ഒരു പ്രദർശനത്തിൽ വെച്ച് ശിവസേനയാണ് കീറാൻ ശ്രമിക്കുന്നു. കീറുന്നില്ല, കീറാൻ പറ്റിയില്ല. 76-നും 96-നും ഇടയ്ക്ക് ഹിന്ദു സമാജത്തിന് വന്ന മാറ്റം എന്തായിരുന്നു? അത് വളരെ കൃത്യമാണ് ഡേറ്റില്ലേ, 20 കൊല്ലം കൊണ്ട് വളരെ ക്രൂഷ്യലാണ് ആ പീരീഡ്. 76-നും 96-നും ഇടയ്ക്കാണ് കേരളത്തിൽ രാമായണ മാസം പുനരുജ്ജീവിപ്പിക്കുന്നത്. 1900 പണ്ടുണ്ടായിരുന്നു രാമായണ മാസം. ആ രാമായണ മാസം മലയാളികൾ മറന്നു. കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അത് ഏകദേശം ആ ശൈലി ഉറച്ചു. അത് കഴിഞ്ഞ് 1984 RSSലെ ചിലർ മുൻകൈ എടുത്തിട്ടാണ് രാമായണ മാസം പുനരുജ്ജീവിപ്പിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ആയിരുന്നു. പൊളിറ്റിക്കലായിരുന്നില്ല, കൾച്ചറൽ റിനൈസൻസ് അല്ലെങ്കിൽ റിവൈവൽ. അന്ന് 70കളിൽ സാർ ആലോചിച്ച് നോക്കുക, കാര്യം ദേവസ്വം ബോർഡും സംഗതിയൊക്കെ ഉണ്ടെങ്കിലും ഒരമ്പലവും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവുമില്ലാതെ എല്ലാവരും അവഗണിക്കപ്പെട്ട് ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളൊക്കെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല, അന്തിത്തിരി വയ്ക്കാൻ ഗതിയില്ല. ഇനി ഗതി ഉണ്ടെങ്കിൽ തന്നെ അതിലാർക്കും ശ്രദ്ധയില്ല. ഇതൊക്കെയായിരുന്നു 70കളിൽ നമ്മളൊക്കെ യുവാക്കളായിരുന്ന കാലഘട്ടത്തിലെ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഇപ്പോൾ പട്ടണം കിടക്കുന്ന അമ്പലങ്ങളേ ഇല്ല. സർപ്ലസ് ജനറേറ്റ് ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. എല്ലാവർക്കും ഭക്തി അതെങ്ങ് വർദ്ധിച്ചു. അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഈ മതം മസിൽ പെരുപ്പിക്കാൻ, ഫ്ലെക്സ് ചെയ്യാൻ തുടങ്ങിയൊരു കാലഘട്ടം ഇപ്പോൾ ഒരു 2000-ന് ശേഷം ഉണ്ടായതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ 90കൾ 80കൾ മുതൽ തുടങ്ങിയിരുന്നു. അപ്പോൾ കൾച്ചറും മതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് മതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സംസ്കാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും തമ്മിൽ നമുക്ക് പെട്ടെന്നൊന്നും
തിരിച്ചറിയാൻ പറ്റില്ല. ഈ രാമായണ മാസം, വിജയദശമി, വിദ്യാരംഭം, ഇതിൻ്റെയൊക്കെ വല്ലാത്ത പോപ്പുലറൈസേഷൻ മനോരമയിൽ വിദ്യാരംഭമുണ്ട്. മനോരമ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്, പക്ഷേ വിദ്യാരംഭമുണ്ട്. അതിനെ വ്യാപാരവൽക്കരിച്ചു, നല്ല കച്ചവട സാധ്യതയുണ്ട്. മാതൃഭൂമി വിദ്യാരംഭം തുടങ്ങി, എല്ലാവരും വിദ്യാരംഭം തുടങ്ങി. കച്ചവട സാധ്യത ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതൊരു കൾച്ചറൽ റിനൈസൻസാണ്. ബിയോണ്ട് ദ റിലിജിയൻ സൊസൈറ്റിയെ ഏകീകരിക്കുന്ന ഒരു ഘടകം, അക്ഷരത്തെ ഈശ്വരനായിട്ട് ദേവിയായിട്ട് കണ്ട്, ഈ മലയാളികൾക്ക് സ്വന്തം ഭാഷയോട് വല്ലാത്ത അവജ്ഞയാണ്. മലയാളം ഇപ്പോൾ ആർക്കും അറിയില്ല, ശുദ്ധ മലയാളം ആരും സംസാരിക്കില്ല. ശുദ്ധ മലയാളം പറയുന്നത് കുറച്ചിലാണ്, മലയാളം മാത്രമേ അറിയൂ എന്ന് പറയുന്നത് കുറച്ചിലായിരുന്നു. ആ കുറച്ചിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചവരാണ് കുട്ടിക്കൃഷ്ണമാരാർ, കെ പി നാരായണ പിഷാരടി, പിന്നെ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, നാരായണ ഗുരു. ഇവർക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അവർക്കത് അറിയണം. നാരായണ ഗുരുവിൻ്റെ കാലത്ത് നാരായണ ഗുരുവിന് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ നെവർ കെയർഡ്. പോയി പണി നോക്കാൻ ആരവന്. അത് ആ ഒരു ആത്മവിശ്വാസം അതെവിടെയോ വെച്ച് മലയാളിക്ക് നഷ്ടപ്പെട്ടിട്ട് മലയാളി സ്വന്തം ഭാഷയെ ഇപ്പോൾ പുച്ഛത്തോടെ കാണുന്നവരാണ്. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് കൾച്ചറൽ റിനൈസൻസ് തുടങ്ങി വെച്ചു. അങ്ങനെ രാമായണ മാസം വന്നു, അത് പോപ്പുലറായി കഴിഞ്ഞിട്ട് പത്രങ്ങളെല്ലാം കോളം എഴുതാൻ തുടങ്ങി. മനോരമയാണ് ആദ്യം തുടങ്ങിയത്, അത് മാതൃഭൂമി ഏറ്റെടുത്തു. പിന്നെ മംഗളം, കേരള കൗമുദി, അവർ എല്ലാവരും രാമായണ മാസം കർക്കിടകത്തിൽ രാമനെ പറ്റിയോ രാമായണ കഥയിലെ കഥാപാത്രങ്ങളെ പറ്റിയോ ഒരു കോളം, 2 കോളത്തിൽ ബോക്സൊക്കെ ഇട്ട് ഭംഗിയായിട്ട് അകത്തെ പേജിലാണ്, ബട്ട് ഉണ്ട്. രാമായണ മാസം തുടങ്ങുന്ന ദിവസം കർക്കിടക 1-ാം തീയതി ഏകദേശം എല്ലാ മലയാള പത്രങ്ങളും ഒരു മുത്തശ്ശി രാമായണം വായിക്കുന്ന ഒരു കൊച്ചുകുട്ടി അടുത്തിരിക്കുന്ന ഫോട്ടോ സ്റ്റാൻഡേർഡായിട്ട് എല്ലാവരും കൊടുത്തു തുടങ്ങി. സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥത ഉണ്ടാവും. കോമൺ മുസ്ലിങ്ങൾക്കൊന്നുമില്ല, ഇല്ല, അവരിതൊന്നും മൈൻഡ് ചെയ്ത് അവരുടെ രാമായണം അവർ വായിക്കുന്നത് നമുക്ക് എന്ത് വേണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ബട്ട് ഇതിനകത്തെ ഈ റാഡിക്കൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇത് സഹിക്കുന്നില്ല, ഇതിൻ്റെ പോപ്പുലറൈസേഷൻ. മാത്രമല്ല, രാമായണ മാസാചരണത്തിൽ പല സെമിനാർ അത് ഇതൊക്കെ നടക്കുക, അതിൽ നോൺ ഹിന്ദുസ് പങ്കെടുക്കുക, വല്ലപ്പോഴും തെറ്റിയോ തെറിച്ചോ മുസ്ലിങ്ങളും പങ്കെടുക്കുക. ഇപ്പോൾ സാറൊരു ലിബറലാണ്, വിശ്വാസിയായ മുസ്ലിമാണ്, പക്ഷേ മറ്റ് മതങ്ങളോട് വിദ്വേഷ സംഗതിയൊന്നുമില്ല, പാടില്ല. അപ്പോൾ ഒരു രാമായണ സമ്മേളനം സാറിനെ പോവും, സംസാരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊന്നും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ഇവർ കണ്ട മാർഗ്ഗം എന്താ? ഇതിന് കൗണ്ടറായിട്ടൊരു നരേറ്റീവ് നമ്മുടെ പത്രത്തിൽ ഓടിക്കുക, തെറ്റൊന്നുമില്ലാതെ ചെയ്തോട്ടെ. ഈ എത്രയോ പേര്, ഞാൻ പറയട്ടെ, EV രാമസ്വാമി നായ്ക്കർ കീമായണം എന്ന് പറഞ്ഞ് പുസ്തകം ഇറക്കി തമിഴ്നാട്ടിൽ. ഇപ്പം അത് കിട്ടാനില്ല, അഡ്രസ്സില്ലാതെ പോയി, പക്ഷെ ഒരു കാലത്ത് അത് ചെയ്തു. അപ്പോൾ ഇത് ഹിന്ദു സമാജത്തിനൊരു പുതുമയൊന്നുമല്ല. ഇപ്പോൾ മാധ്യമം പത്രത്തിന് സാറ് നോക്ക്, എത്ര സർക്കുലേഷൻ ഉണ്ട് മാധ്യമം പത്രത്തിന്? കേരളം മൊത്തം ഞുള്ളിപ്പെറുക്കി കഴിഞ്ഞാൽ ഒരു 25,000 പത്രം ഉണ്ടാവുമായിരിക്കും. ദയനീയമാണ്. ഇപ്പോൾ മാത്രമല്ല, വലിയ പ്രതിസന്ധിയിലാണ് അവർ. പത്രങ്ങൾ തന്നെ പ്രതിസന്ധിയിലാണ്. പ്രിന്റ് മീഡിയ മൊത്തത്തിൽ മാധ്യമത്തിൽ ശമ്പളം കൊടുത്തില്ല എന്ന് പറഞ്ഞ സമരം, ബഹളം, അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. എനിവേ, അത് അവരുടെ മാനേജ്മെൻറ്റ് പ്രശ്നം, അവർ നോക്കിക്കോളും. ഞാൻ പറയുന്നത് ടോട്ടൽ സർക്കുലേഷൻ ഈസ് വെരി ലെസ്. അതെ, ഈ സർക്കുലേഷൻ എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കുക എന്നുള്ള ജോലിയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. സത്യത്തിൽ അതാണ്. ഇതോടെ മാധ്യമം കുറേ കോപ്പി, ഇത് എവിടെ കിട്ടുമോ, ഞാനും നോക്കട്ടെ എന്താ ഇത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കൗതുകമാകും. അത് കൗണ്ടർ നരേറ്റീവ് ഉണ്ടാക്കുന്ന ആൾ പ്രസിദ്ധനാകും, പ്രശസ്തനാകും. അയാളെ പ്രസംഗിക്കാൻ, പ്രഭാഷണം നടത്താനൊക്കെ ആയിട്ട് മറ്റ് പാർട്ടികളൊക്കെ വിളിക്കാൻ തുടങ്ങും. CPM ഇതിനകത്ത് ചാടി വീഴും. CPMന് ഈ ആൻറ്റി ഹിന്ദു നരേറ്റീവിനെ കൊണ്ട് വലിയ പ്രിയമാണ് CPMന്. എന്നാൽ അമ്പലങ്ങൾ കൈയടക്കണമെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ പറഞ്ഞിട്ടുമുണ്ട്. കൈയടക്കാൻ പോയി കഴിഞ്ഞാൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും. അത് പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല. അവർ വിചാരിക്കുന്ന ഈ അമ്പല കമ്മിറ്റി നമ്മൾ കയറി ഭരിക്കുക, എന്നിട്ട് ഇവിടെ മതേതരത്വം നടപ്പാക്കുക, അമ്പലത്തിനുള്ളിൽ ചന്ദ്രക്കല വയ്ക്കുക, കുരിശ് വയ്ക്കുക, ഇതുപോലെ പണി ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ, അവരുടെ വിധി അവർക്ക് വരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഇസ്ലാമിനെ പോലെ ഹിന്ദുക്കൾ പെരുമാറി തുടങ്ങിയാൽ
വരാൻ പോകുന്നത് ഹിന്ദുക്കൾ അവരുടെ ശത്രുക്കളെ വലുതാക്കുകയായിരിക്കും. വളർത്തേ നമ്മളുടെ നാട് ജനാധിപത്യ രാജ്യമാണ്. യെസ്. ഇനിയിപ്പോൾ ഈ ഒരു ലേഖനം കൊണ്ടുപോയിട്ട് ഞങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതി പറയും ഇതിൽ അപമാനമൊന്നുമില്ല എന്ന് പറയും. അത് അടുത്ത തിരിച്ചടിയായിട്ട് മാറും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ കോടതിയിൽ നിന്ന് അത് കോടതി നിയമമാണ് നോക്കുന്നത്, യെസ്. സംസ്കാരമല്ല, മൂല്യങ്ങളല്ല, ധാർമ്മികതയല്ല, ഔചിത്യം പോലുമല്ല, ഔചിത്യം പോലുമല്ല, നിയമം മാത്രമാണ് നോക്കുന്നത്. യെസ്. ഇല്ലീഗാലിറ്റി മാത്രമാണ്, ഇമ്മൊറാലിറ്റി നോക്കില്ല കോടതി. ഇല്ല, ശരി. അപ്പോൾ ഇമ്മൊറാലിറ്റി ഇല്ലാത്തടത്തോളം കാലം കോടതി ഇത് അനുവദിക്കും. അപ്പോൾ കോടതി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് മറുപടി ആഘോഷമാകും. സാറ് പറഞ്ഞ പലപ്പോഴും സംഭവിക്കാറുണ്ട്. എസ് ഹരീഷിനെ മീശ ഓർമ്മയുണ്ടല്ലോ സാറിന്? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആ നോവൽ വിറ്റുപോയത്, ഞാൻ വായിച്ച് ബോറടിച്ച ഒരാളാണ് ആ പുസ്തകം. എസ് ഹരീഷിനെ യഥാർത്ഥത്തിൽ വളർത്തിയത് ആരാണ്? ആ നോവലിനെതിരായി നടന്ന ആരോപണങ്ങളോ ആക്രമണങ്ങളോ. പെരുമാൾ മുരുകനെ ആളാക്കിയത് ആരാണ് എന്ന് ആലോചിച്ചു. അളത്തി. ഞാൻ വേറൊരു കൗണ്ടർ സംഗതി പറയാം. ഞാൻ 3 നോവലുകൾ വായിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാത്ത പരിഗണിക്കേണ്ടെന്ന് വിചാരിച്ച ഒരാളാണ് സൽമാൻ റുഷ്ദി. ആസ് എ നോവലിസ്റ്റ്, ലിറ്റററി വാല്യൂ നമ്മളൊരു സഹൃദയം എന്നുള്ള നിലക്ക് വായിച്ചാൽ ഒന്നും തോന്നാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെട്ടൊരു പുസ്തകമായിട്ട് സൽമാൻ റുഷ്ദി മാറി. അത് കുമൈനിയാണ് അതിന് കാരണം. പക്ഷേ ഇതിനകത്ത് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ഹിന്ദു സംഘടനകൾ ഇതിൽ പ്രതിഷേധിക്കുന്നു. നെറ്റ് റിസൾട്ട് മാധ്യമത്തിൻ്റെ സർക്കുലേഷൻ അല്പം കൂടുമായിരിക്കും, അല്ലെങ്കിൽ എഴുതുന്ന ആൾ പ്രോമിനൻ്റ് ആകുമായിരിക്കും, അതൊരു നഷ്ടമാണ്. ബട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ലാഭം നോക്കൂ, ദർ വിൽ ബി എ ഹിന്ദു കൺസോളിഡേഷൻ. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ മണ്ടത്തരം കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമൈസ് ചെയ്തു എന്നാണ് എൻ്റെ ആരോപണം. മണ്ടത്തരാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ആരോപണം വളരെ ബേസിക്കായിട്ട് ഉണ്ടല്ലോ ടി ജി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് ഈ ഭാരതീയ സംസ്കാരം അശുദ്ധമാക്കാൻ ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ പുറമേ നിന്ന് വന്ന സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഉയർത്തുമ്പോൾ തന്നെയുള്ള ഒരു അപകടം, അവരോട് പെരുമാറുന്നത് മറ്റൊരു സെമിറ്റിക് മതത്തിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച്. കാരണം ആ ഭാഷയെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതാണ് ഗതികേട്. അത് അവരിപ്പോൾ എനിക്ക് സാറിനെ ആക്രമിക്കണം, ഞാൻ പേന കൊണ്ട് എന്തെഴുതിയാലും വീഡിയോ കൊണ്ട് എങ്ങനെയൊക്കെ സാറിനെ ആക്രമിച്ചാലും അത് സാറിന് കൊള്ളുന്നില്ല. സാറിന് കൊള്ളുന്നത് വാളുകൊണ്ടുള്ള വെട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിവൃത്തിയില്ല, വാള് തന്നെ എടുക്കും. കാരണം മനസ്സിലാകുന്ന ഭാഷയിൽ വേണമല്ലോ ആക്രമിക്കാൻ. മനസ്സിലാകുന്ന ഭാഷ വയലൻസ് മാത്രമാണ്. ദെയർഫോർ ഞാൻ ഒരു യുദ്ധത്തിൻ്റെ നിയമം തീരുമാനിക്കുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ ശത്രുവായ സാറും കൂടെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടൻ്റാണ് നമ്മളുടെ യുദ്ധതന്ത്രം. ഞാൻ മാത്രം അഹിംസയാണ് ആയുധം, സാറിന് ഇഷ്ടം പോലെ തോക്കും ബോംബും കയ്യിലുണ്ടെങ്കിൽ കൊള്ളുന്ന ആയുധമാണല്ലോ പ്രയോഗിക്കുക. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ ഒരു ഹിന്ദു കൺസോളിഡേഷനെ ഇത് സഹായിക്കും. ഓൾറെഡി ഞാൻ ഒരു ദിവസം സാറിനോട് പറഞ്ഞിരുന്നു, ഈ ഹിന്ദുക്കൾക്ക് ഒരു വൂണ്ടഡ് സിവിലൈസേഷൻ്റെ ഫീലിംഗ് ഉണ്ട്. ഞങ്ങൾ വല്ലാതെ ഉപദ്രവിക്കപ്പെടുന്നു, അവർക്ക് എന്തും ചെയ്യാം, ന്യൂനപക്ഷം എന്നുള്ള പേരിൽ എന്തും ചെയ്യാം, ഭൂരിപക്ഷം അനങ്ങിക്കൂടാ, അവർ തൊട്ടാൽ കുറ്റം, മുറ്റത്ത് തുപ്പരുത്, മുറിയിൽ കടക്കരുത്, മുണ്ടുപടക്കി കുത്തി നടക്കരുത് എന്ന് അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ടല്ലോ. അതുപോലത്തെ നിർദ്ദേശങ്ങളാണ് ഭൂരിപക്ഷത്തിന്. അടങ്ങിയിരുന്നോളം, അനങ്ങരുത്, ഞാൻ പറയുമ്പോൾ മാത്രമേ ശ്വാസം വിടാവുള്ളൂ. എപ്പോൾ വിടണം അത് ന്യൂനപക്ഷം തീരുമാനിക്കും, ന്യൂനപക്ഷ വീറ്റോ. ഈ ഒരു സാധനമുണ്ടല്ലോ, ഇത് വല്ലാത്ത കൺസോളിഡേഷൻ ഉണ്ടാക്കും ഹിന്ദു സമാജത്തിൽ. അതുകൊണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ മാധ്യമം ഇത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഒരു പൊളിറ്റിക്കൽ ലോസ് ഉണ്ടാവാൻ പോകുന്നത് അവരുടെ പക്ഷത്തിനാണ്. മാധ്യമം വിചാരിക്കുന്ന പോലെ മുസ്ലിം പിന്തുണ ഈ ഏർപ്പാടിന് കിട്ടില്ല. അല്ല, എൻ്റെ ഒരു സാറ്, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ക്രിസ്ത്യാനികളുടെ റിയാക്ഷൻ സാറ് നോക്ക്. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞൊരു നാടകം വന്നു. അവർ റോഡിൽ വാൻ ബഹളവും സംഗതിയൊക്കെ നടത്തി. അവരന്ന് ജയിച്ചു. നാടകത്തിന് പി ആൻ്റണിയുടെ നാടകം പോയി. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതിന് സംഭവിക്കുന്ന തിരിച്ചടിയും നഷ്ടവും അവർ മെല്ലെ മനസ്സിലാക്കി. ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണിൻ്റെ അത് വന്നപ്പോൾ കേരളത്തിൽ വലിയ റിയാക്ഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ
ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ട് സർക്കാർ ആ സിനിമ നിരോധിച്ചു, ഡാവിഞ്ചി കോഡ്. ഇത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിസ്കിയോ ബ്രാൻഡിയോ മറ്റോ ഇറങ്ങി. മദ്യമാണ്, വിസ്കിയാണോ ബ്രാൻഡി എനിക്ക് ഓർമ്മയില്ല. ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആ ഉടനെ പ്രതിഷേധം ഉണ്ടായി. 2 ദിവസം കത്തോലിക്ക സഭ അത് അടിച്ചമർത്തി, മിണ്ടാതെ അത് ഇറങ്ങിയപ്പോൾ മിണ്ടാതെ. കാരണം മിണ്ടിയാൽ അതിൽ നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ മദ്യമാണല്ലോ. അപ്പോൾ പറയും യേശു ക്രിസ്തു വീഞ്ഞ് വിളമ്പിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് തുടങ്ങും ബഹളം. അത് മുതലാവുന്ന ഒരു ഡിബേറ്റല്ല. സോ ഇപ്പോൾ അവർ ക്രഷ് ചെയ്തു. ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് CB എന്നറിയപ്പെടുന്നു. ഈ മദ്യപന്മാരെല്ലാം ഇനിഷ്യൽ വെച്ചാണ്. മഹാത്മാഗാന്ധി പോലെ MG ആണല്ലോ എന്ന് പറയുന്നത്. അതുപോലെ മദ്യങ്ങൾ CB MC മറ്റേത് മറിച്ച്. അതുപോലെ CB ആണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഇപ്പോൾ ക്രിസ്ത്യൻ എന്നുള്ള വാക്കൊന്നും ആരും ഉപയോഗിക്കാറില്ല. അതിപ്പോൾ മാർക്കറ്റിൽ കിട്ടാനും ഉണ്ട്. സോ അങ്ങനെ അവർ മയപ്പെട്ട് സ്ട്രാറ്റജിക്കായിട്ട് ഈ കാര്യങ്ങൾ. അപ്പോഴാണ് ഇപ്പുറത്തൂടെ ഹിന്ദു തിരിച്ചുള്ള കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞോട്ട്. TG പറഞ്ഞു വരുന്നത്, നമുക്കിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ സംഭവത്തിൽ ഒന്ന് ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദു ആണ് നടക്കുന്നത്. അത് ആത്യന്തികമായി ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തെ വളർത്തുകയേ ഉള്ളൂ. അതാണ് ഒരു വാദം. എന്നാൽ ഹിന്ദു കൺസോളിഡേഷന് അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഇത് രണ്ടും ചേർത്തുകൊണ്ടൊന്ന് TG ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അല്ല, ലെഫ്റ്റ് മൈ സെൽഫ് ഞാൻ ഈ ഏർപ്പാടിന് പോകരുതെന്ന് പറയും. കാരണം ഇത് എഴുതാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു കൗണ്ടർ ചോദ്യം ഉണ്ടല്ലോ. റംസാൻ മാസത്തിൽ ജന്മഭൂമി പത്രത്തിൽ ഖുറാനെ വിമർശിച്ചെഴുതിയാൽ എന്താവാൻ നിങ്ങൾ എഴുതിക്കോ. അത് ഒരു പക്ഷേ ഇതിനുള്ള മറുപടിയായിരിക്കും. ഈ പ്രവൃത്തി മാധ്യമം ചെയ്തതിനുള്ള മറുപടിയായിരിക്കും. അത് പക്ഷേ എഴുതിക്കോളൂ. എനിക്ക് തോന്നുന്നത് TG ഔചിത്യം എന്നൊരു ഘടകം ഇതിൽ പ്രധാനമാണെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഉദാഹരണത്തിന്, ഒരാൾ മരിച്ച അനുശോചന യോഗത്തിൽ അയാളോട് എന്തുമാത്രം വിമർശനങ്ങളുണ്ടെങ്കിൽ അനുശോചന യോഗത്തിൽ പോയി നമ്മൾ വിമർശിക്കില്ല. TG ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് നമ്മുടെ ഇദ്ദേഹത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വളരെ നിശ്ചിതമായി എന്നാൽ അങ്ങേയറ്റം ഇൻ്റലക്ച്വലായി വിമർശിച്ചിട്ടുണ്ട്. അത് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ 1ാം അനുസ്മരണത്തിൽ അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുക, അദ്ദേഹത്തെ വിലയിരുത്തുകയും ചെയ്യാണ്. അതേസമയത്ത് ആ മരിച്ച അനുശോചന യോഗത്തിൽ ഞാൻ ഒന്നും പറയില്ലല്ലോ, അന്ന് പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് ഔചിത്യമല്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾ അത് പിന്നീട് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നതാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസം ഹിന്ദുക്കൾ ആരാധനാപൂർവ്വം രാമായണം പാരായണം ചെയ്യുന്നൊരു മാസമാണ്. ആ മാസത്തിൽ അതിനെ കയറി ചൊറിയാൻ വേണ്ടി ഒരു പരിപാടി അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി പരിപാടി വെക്കേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ അതിനുള്ള മറുപടിയായിട്ട് ഈ സമയത്ത് തന്നെ റംസാൻ നോക്കേണ്ട, സാറി പറഞ്ഞ ഔചിത്യത്തിൻ്റെ പ്രശ്നം വരും. റംസാൻ അല്ലാത്ത മാസത്തിൽ ഇപ്പം തന്നെ ഒരു കൗണ്ടർ പങ്ക്തി ജന്മഭൂമിയിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ. ഖുറാൻ വിമർശനം. തീർച്ചയായിട്ടും നല്ലൊരു ഖുറാൻ പണ്ഡിതനെ നിങ്ങൾക്ക് കിട്ടും ഇത് എഴുതാനായിട്ട്. അതിന് ധൈര്യമുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഖുറാൻ വിമർശനം വലിയ തലപോകുന്ന കാര്യമൊന്നുമല്ല. ജന്മഭൂമിയിൽ ഞാൻ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ജന്മഭൂമിയിൽ ഇത് ഉദ്ഘാടനം ചെയ്തവൻ ഞാൻ. 2003 നമ്മുടെ മാറാട് കലാപം കഴിഞ്ഞപ്പോൾ മാറാട് കലാപത്തിൽ ഖുറാനുള്ള ബന്ധം ഇങ്ങനെ വായനക്കാരുടെ കത്തായിട്ട് ഞാൻ ജന്മഭൂമിക്ക് അയച്ചു കൊടുത്തു. പേര് വെച്ച് വായനക്കാരൻ്റെ കത്തായിട്ടാണ്. അന്ന് ജന്മഭൂമിയുടെ ചീഫ് എഡിറ്റർ ഇന്ന് BJPയുടെ സംസ്ഥാന നേതാവൊക്കെ ആയ KVS ഹരിദാസാണ്. KVS ഹരിദാസ് ഇത് എഡിറ്റ് പേജ് ലേഖനമാക്കി മാറ്റി കൊടുത്തു. കാരണം എൻ്റെ കത്തിച്ചിരി വലുതായിരുന്നു. അതൊന്ന് ബ്ലോപ്പ് ചെയ്തൊരു ഇൻട്രോ ഒക്കെ ഇട്ടിട്ട് KVS ഹരിദാസ് അത് എഡിറ്റ് പേജ് ലേഖനമാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു. കാരണം കത്തയച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അല്പം കുഴപ്പം പിടിച്ച കത്താണ്, നോക്കിയിട്ട് വേണ്ടത് ചെയ്താൽ മതിയെന്ന്. ലേഖനമായി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ഇതെന്താ ഇത്? അല്ല, അത് ലേഖനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഹിന്ദു സൈഡിലുള്ള പലരും ഇത്ര അപകടകരമായ കാര്യങ്ങൾ ഖുറാനിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ആ ലേഖനത്തിലൂടെ. ഞാൻ വലിപ്പം പറയുകയില്ല, ഒരുപാട് പേര് ഇത് വായിക്കാറില്ല. ആര് ഈ കുത്തിയിരുന്നു ഖുറാനും അതും ഇതൊക്കെ വായിക്കുന്നു. ഈ രാമായണ ചർച്ചയിൽ തന്നെ രാമായണം വായിച്ച എത്ര പേരുണ്ട്? അറ്റവും മൂലയൊക്കെ വിമർശിക്കാനായിട്ട് ആ 2 വരി വായിക്കും, സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ 2 വരി വായിക്കും. ഇതാണ് ജനത്തിൻ്റെ സ്വഭാവം. തെറ്റൊന്നുമല്ല. അപ്പം ഞാനത് കോംപ്രഹെൻസീവായിട്ട് ഇങ്ങനെ മാറാട് കലാപം പോലത്തെ കലാപത്തിന് ഒരു സ്ക്രിപ്ചറൽ സാങ്ഷനുണ്ട്
ഇസ്ലാം ഐഡിയോളജിക്കൽ സപ്പോർട്ടുണ്ട്, സപ്പോർട്ടുണ്ട്, അതാണ് ഇതിൻ്റെ മൂലകാരണം എന്നൊക്കെ പറഞ്ഞാൽ അത്തരം വിമർശനങ്ങൾ വരട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് രാമായണത്തിനോടും വന്നോട്ടെ. പക്ഷെ അത് ഈ സമയത്ത് ആളുകളുടെ ഭക്തിക്കിടയിൽ തന്നെ അത് ചെയ്യണമെന്നുള്ള പ്രശ്നം വളരെ പ്രധാനമാണ്. അതൊരു ഔചിത്യത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഹിന്ദു സമൂഹം അത്ര വയലൻ്റ് അല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അവർ ചെയ്യുന്നത്. എനിവേ ഇത് പോയി അവസാനിക്കുന്നത്, എനിക്ക് പൊളിറ്റിക്കലി എൻ്റെ കാൽക്കുലേഷൻ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്കലി എൻ്റെ റീഡിങ് അതാണ്. ബട്ട് കൾച്ചറലി ഈ അത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. യു സ്റ്റാർട്ട് എ കൗണ്ടർ നെറേറ്റീവ് ആൻഡ് ലെറ്റ് us see what happens. Okay. If they have a freedom, you also have a freedom. ഇപ്പോൾ റംസാൻ മാസമല്ല, you can start criticizing Quran. Let us see what happens. തീർച്ചയായിട്ടും ടി ജിയുടെ നിരീക്ഷണങ്ങൾക്ക് പല കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരട്ടെ. തീർച്ചയായിട്ടും ഈ നിരീക്ഷണം, പ്രാഥമികമായ നിരീക്ഷണം എന്ന നിലയിൽ ടി ജി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചിരിക്കുന്നു. നന്ദി ടി ജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.